ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നാട്ടിലത്തെ വീഡിയോ തന്നെയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ രാവിലെ എന്താ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. പുട്ടും മുട്ടക്കറിയും അതുപോലെ തന്നെ ഏത്തക്ക പുഴുങ്ങിയതുമാണ് കേട്ടോ. നേന്ത്രക്ക എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ ഞാൻ കഴിച്ചത് എന്താന്ന് കാണിച്ചു. ഞാൻ റാഗിയുടെ ഇടിയപ്പവും മുട്ടക്കറിയും ചായയാണ് കഴിച്ചത്, ഞാനും ഉമ്മായും കേട്ടോ. ബാലൻസ് ഉള്ളവരെല്ലാം അരിപ്പൊടിയുടെ പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിജോയും കിച്ചു എവിടെയോ രാവിലെ പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ കണ്ടപ്പോ ഇങ്ങനെ വീഡിയോ എടുത്തിയാണ്. കിച്ചു കാണുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നതാണ് എന്നെ ചീത്ത പറയും. അങ്ങനെ ഇവർ രണ്ടുകൂടെ വണ്ടി കയറി എവിടെയോ പോവാണ്, ഇവിടെ അടുത്ത് എവിടെയോ പോവാണ് കേട്ടോ. പോയിട്ട് ഇപ്പൊ തന്നെ വരുവേ. അപ്പൊ ഞങ്ങൾക്ക് അയലയാണ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാവയ്ക്ക മെഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു അതൊക്കെ അരിഞ്ഞു വെച്ചു. എന്നിട്ട് ഞാൻ അക്കൂട്ടിന് ഭയങ്കര പനി. അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ട്. വീടിന്റെ പുറകിൽ തന്നെയാണ്, ഞാൻ കാണിച്ചു തരാം. നടന്നു പോയാൽ മതി. അതിന്റെ ഫ്രണ്ടിലാണ് നമ്മുടെ വീട്. വൈറ്റ് കളർ പെയിന്റ് അടിച്ചതാണ് ഹോസ്പിറ്റൽ. അപ്പൊ നടന്നു വന്നാൽ മതി. അപ്പൊ ഞാൻ വിചാരിച്ചു അക്കുട്ടനെ ഒന്നുകൊണ്ടേ കാണിക്കാം. അക്കുട്ടൻ നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഒരു പനി ഉണ്ടായിരുന്നു. ഞാൻ സിറപ്പൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ പനി ഇച്ചിരി കൂടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നോട്ട് കാണിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അക്കൂട്ടനെ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. പിന്നെ അതേപോലെ തന്നെ ടാബ്ലറ്റ്സ് ഒക്കെ തന്നിട്ട് ശേഷം ഞാൻ അക്കൂട്ടനെ ഡോക്ടറിനെ കാണിക്കുകയാണ് കേട്ടോ. കാണിച്ചതിന് ശേഷം പിന്നെ ഞാൻ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് അക്കൂട്ടനെ വീട്ടിൽ വിട്ടിട്ട് പിന്നെ എനിക്ക് കൂട്ടിന് ഞാൻ അമ്മൂനെ വിളിച്ചോണ്ട് വന്നേ. എന്തിനാണെന്നറിയോ, ബ്ലഡിന്റെ റിസൾട്ട് ഒക്കെ വാങ്ങിക്കട്ടെ അതിന് വേണ്ടി. നമ്മുടെ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയാണ്. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഉമ്മ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അയല മുളക് കറി ഇട്ടത് അടിപൊളി ചട്ടിയുടെ അകത്താണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള. പിന്നെ മീൻ പറ്റിച്ചത്, മീൻ പീര പറ്റിച്ചെന്ന് പറയത്തില്ല, ചെറിയ മത്തി പീര വെട്ടിച്ചത്, മാങ്ങ ഒക്കെ ഇട്ട്. അപ്പോഴേക്കും ഇതിന് അക്കൂട്ടനെ പോയി നോക്കിയപ്പോൾ അക്കൂട്ടൻ മാസ്ക് പോലും ഊരാതെ കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ അമ്മൂനോട് പറയാം ടേബിളിന്റെ പുറത്തെല്ലാം പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് പോയി നമുക്ക് കഴിക്കാന്ന് പറയുകയാണ്. അങ്ങനെ അമ്മു കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്ലേറ്റ് എല്ലാം കൊണ്ടുവച്ചപ്പോൾ ഞാൻ ചോറൊക്കെ എടുത്തിനാന്ന് വിചാരിച്ച് കലത്തിൽ തന്നെ ചോറൊക്കെ ഇരിക്കായിരുന്നു. അങ്ങനെ പാത്രത്തിലൊക്കെ കൊട്ടിയിട്ട് പിന്നെ അമ്മൂനോട് പറഞ്ഞു കൊണ്ടുവെക്കാൻ. നല്ല മീൻ പീര പറ്റിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ ഒക്കെ ഇട്ടത്. പിന്നെ ഇതെന്താണ്, മോരുകറിയാണേ. അങ്ങനെ അയല മുളകിട്ടതും മോരുകറിയും മീൻ പീര വറ്റിച്ചതും പാവയ്ക്ക മെഴുക്കുരട്ടിയും എല്ലാം, അച്ചാറും ഉണ്ടായിരുന്നേ. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ ചോറുണ്ടാണ് കേട്ടോ. കിച്ചു കഴിക്കാതെ മാറി കിടക്കുക. കിച്ചുവിന് വിശപ്പില്ലെന്ന് പറഞ്ഞ്. പിന്നെ ജിജോയും ഇക്കായും മാത്രം കഴിക്കുകയാണ്. കിച്ചു പറഞ്ഞു എനിക്ക് കുറച്ച് കഴിഞ്ഞ് മതി. അമ്മൂനോട് പറഞ്ഞു. അമ്മ പറഞ്ഞു ഞാൻ നിസ്കരിച്ചിട്ടൊക്കെ വന്ന് പതുക്കെ കഴിച്ചോളാം. അങ്ങനെ അക്കു ഉറങ്ങുമായിരുന്നു. ഞാൻ അക്കുവിനോട് പറഞ്ഞു വെളിയിൽ വന്നിരിക്കും കുറച്ചു നേരം ഗെയിം കളി എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മായും ഇക്കായും എല്ലാം കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. ഞാൻ പോയില്ല, കാരണം എന്താ അറിയോ, അക്കുവിന് പനി ഉള്ളത് കാരണം ഞാൻ അക്കുവിനെയും കൊണ്ട് യാത്ര ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം, നിങ്ങൾ എല്ലാവരും പോയിട്ട് വാന്ന് പറഞ്ഞു. ഞാനും അക്കു അമ്മും വീട്ടിൽ തന്നെ ഇരുന്നു കേട്ടോ. ഇക്കായും ജിജോയും ഉമ്മായും കിച്ചും കൂടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ചെന്നൈയിൽ നിന്ന് കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഉമ്മായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതേപോലെ തന്നെ ഇരിക്കും, എടുത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അതെല്ലാം എടുത്തൊന്ന് കൊട്ടയുടെ അകത്ത് എല്ലാം എടുത്ത് വെക്കുകയാണ്. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്, കാരണം ഇന്ന് എങ്ങോട്ടും പോയില്ലല്ലോ. അത് കാരണം ഫ്രീ ആയിട്ടിരുന്നത് കാരണം പിന്നെ എല്ലാം എടുത്ത് ബിഗ് ഷോപ്പറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എല്ലാം എടുത്ത് ഞാൻ, ഇതെന്താ അറിയാവോ, ലിച്ചിയാണ് കേട്ടോ. അങ്ങനെ എല്ലാം എടുത്ത് ഞാൻ ഓരോരോ സ്ഥാനങ്ങളിലെല്ലാം എടുത്ത് വെച്ചു. ഇത് പീറാണേ. അങ്ങനെ ഓരോന്ന് അറിയാമായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയുമല്ലോ, എവിടെയും കിട്ടുമല്ലോ ഇത്. ഞാൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ ചെന്നൈയിൽ നിന്ന് തന്നെ അവിടെ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അത് കാരണമാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. അങ്ങനെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചുകൊണ്ട് വരുന്ന ഉടനെ നമ്മൾ മേടിക്കുന്നതാണ്. അതിനുശേഷം പിന്നെ ഞാൻ അക്കുവിന്റെ ഒരു റിസൾട്ട് കിട്ടാനുണ്ട്. അപ്പൊ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് തന്നെയാണ് ലാബ്. അപ്പൊ ഞാനും അമ്മും കൂടെ റിസൾട്ട് മേടിക്കാൻ വീടിന്റെ അപ്പുറത്ത് വന്നതാണ്. അപ്പൊ വഴിക്ക് വെച്ച് എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, എന്റെ പഴയ ഫ്രണ്ടാണ്. അങ്ങനെ സംസാരിച്ചു. പിന്നെ ഈ ഇക്കായുമായിട്ട്, എന്റെ ഇക്കാടെ ഫ്രണ്ടാണ്, ഇക്കായുമായിട്ട് സംസാരിച്ചു. പിന്നെ ഈ ഇരിക്കുന്നത് സുബിതയാണ്, സുബിതയായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ ഞാൻ എന്നിട്ട് വീട്ടിലോട്ട് വന്ന് കയറിയപ്പോഴത്തേ അക്കു പിന്നെയും വന്ന് സെറ്റി കിടക്കും. അക്കൂട്ടിന് വയ്യ, ഒട്ടും വയ്യ കേട്ടോ. അത് കാരണം കിടക്കുന്നത്. അപ്പൊ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ രാവിലത്തെ ഏത്തക്ക പുഴുങ്ങിയതുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് വെച്ച് കഴിച്ചു. പിന്നീട് ഞാൻ അക്കുട്ടനെ എന്തെടുത്തു, വേറൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ഇക്കാലത്ത് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി നോക്കാന്ന് പറഞ്ഞ് അവിടുന്ന് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ട്രിപ്പ് ഇടാം, കാരണം ഇവൻ ഫുഡൊന്നും കഴിക്കുന്നില്ലല്ലോ, പോയി ഒരു ട്രിപ്പ് ഇട്ടിട്ട് വരാമെങ്കിൽ കുറച്ചൊന്ന് ഇതാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ആ രാത്രി തന്നെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് ട്രിപ്പ് ഇട്ടു. അപ്പൊ അമ്മ കൂടെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ ഇച്ചിരി അവന് ഓക്കെ ആയെന്ന് തോന്നുന്നു, കാരണം ഇപ്പം ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഇക്കാടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അജയണ്ണന്റെ സുനിതേക്കയുടെ വീട്ടിലാണ്. അവിടെ വന്നപ്പോൾ ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നേരെ
വന്ന് അങ്ങോട്ടാണ് വന്നത്. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അക്കു അനങ്ങാതിരിക്കുകയാണ്. അമ്മു ആണെങ്കിൽ കുഞ്ഞുവാവയായിട്ട് ഭയങ്കര കളിയും ചിരിയും ഒക്കെയാണ്. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അമ്മു ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറയുമ്പോൾ അമ്മുവിന്റെ കൂടെ വരാൻ ഇറങ്ങുകയാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് കഴിക്കുന്നത് കണവ റോസ്റ്റും പത്തിരിയുമാണ്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.